ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ ഇന്നത്തെ ബാക്കിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ 10 വരെ പഠിച്ചിട്ട് ഇത് തൃശ്ശൂർ പൂങ്കുന്നം സ്കൂളിലാണ്. പൂങ്കുന്നം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഞാൻ +1 +2 പഠിച്ചത് മോഡൽ ബോയ്സ് സ്കൂളിലാണ്. തൃശ്ശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. പിന്നെ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എൻ്റെ മെയിൻ വിഷയം. പിന്നെ അതിന് ശേഷം ഞാൻ പഠിച്ചത് തൃശ്ശൂർ കേരളവർമ്മ കോളേജ് BA പൊളിറ്റിക്കൽ സയൻസിനാണ്. എനിക്ക് ജനിക്കുമ്പോൾ ജന്മനെ ഉള്ള അസുഖമാണ് എൻ്റെ ഈ അസുഖം. അതുകൊണ്ടാണ് ഞാൻ എന്നും ഒരേ സ്ഥലത്ത് തന്നെ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അമ്മയാണ് എന്നെ എടുത്ത് എല്ലാ കാര്യങ്ങളും എന്നെ ചെയ്യുന്നതൊക്കെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് എടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ടോയ്ലറ്റ് കൊണ്ടുപോകുന്നത്, കുളിപ്പിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ മോൻ 10ാം ക്ലാസ് വരെ 1 തൊട്ട് 10 വരെയും അവൻ്റെ പഠിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സ്കൂളിലൊന്നും പോയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അവനത് ഇങ്ങനത്തെ സാധാരണ ഇങ്ങനെ വയ്യാത്ത കുട്ടികളുണ്ടല്ലോ, PH എന്ന് പറയും, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏബിൾഡ് കുട്ടികളെല്ലാം തന്നെ അവർക്ക് എക്സാം എഴുതിയാൽ മതി. അപ്പോൾ അവന് പോയിരിക്കാൻ പറ്റില്ല, കുറേ നേരം ഇരിക്കുമ്പോഴേ അവന് ഇരിക്കാൻ പറ്റില്ല, ബെഞ്ചിലൊന്നും എന്നും ഇരിക്കാൻ പറ്റില്ല, അവനൊരു സപ്പോർട്ട് വേണം. അങ്ങനെ 10ാം ക്ലാസ് വരെ 9ാം ക്ലാസ് വരെയും സ്കൂളിലെ എക്സാമിനെ പോയിരുന്നുള്ളൂ. ഇനി 10ാമത്തെ കാര്യം എന്താണ് പറയൂ? 10ാം ക്ലാസ് എവിടെയാണ് നമ്മുടെ ജീവിതം, പഠിത്തത്തിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്? കൊറോണ വന്ന ശേഷമാണ് ഓൺലൈൻ പഠനത്തെ കുറിച്ച്. ഓൺലൈൻ പഠനമായിട്ട് അവൻ പറഞ്ഞത് ഓൺലൈൻ പഠനമാണ്. ക്ലിയർ ആയില്ലേ? ഓൺലൈൻ പഠനത്തെ കുറിച്ച് കൃത്യമായി അറിയാൻ കഴിഞ്ഞത് അവിടെ നിന്നാണ്. കൊറോണയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അവസാനം യൂട്യൂബിൽ നോക്കിയാണ് ഞാൻ കമ്മന്ന് കടന്നിട്ടാണ് പഠിക്കാറ്. യൂട്യൂബിൽ അവൻ സെർച്ച് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കും, എന്നിട്ട് കമ്മന്ന് കിടന്ന് മൂക്കൊണ്ട് ടാബ് ഓൺ ചെയ്തിട്ട് പഠിച്ചിട്ടാണ് 10ാം ക്ലാസ്സും +2 ഡിഗ്രി എല്ലാം പാസ്സായത്. അത്യാവശ്യം നല്ല മാർക്കോടുകൂടി തന്നെയാണ് പാസ്സായത്. ആ മാർക്കുകളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.